ഇതിപ്പോൾ കല്യാണത്തിന് പോവാനേ നേരം വൈകിട്ട് 12 മണിക്ക് എന്നോട് മാറ്റാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ നിന്നു. അങ്ങനെ നേരം വൈകിട്ടാ. എന്നിട്ട് 12 ആയിക്കണു. അതിൽ ഇളകി പോരില്ലാന്ന് നിൽക്കുന്നു. പിടിച്ച് വലിച്ചിട്ട് പഞ്ഞിമിഠായി ഇന്നലെ വന്നതാണ് ഓന്. ഒരു കണ്ടില്ല, ഓനക്ക് എന്നോട് യാതൊരു മൈൻഡും ഇല്ല. ഹലോ ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഞങ്ങളൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കാടെ വണ്ടി ഇല്ലേ, ഇക്കാടെ വണ്ടി വർക്ക്ഷോപ്പിൽ പണിക്ക് കിട്ടിയിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഞാനും ഇക്കയും അല്ലും എല്ലാം ആദിക്കുട്ടനും അച്ചുട്ടിയും പൊന്നൂസും അങ്ങനെ ഞങ്ങളാണ് പോണത് കേട്ടോ. പിന്നെ അല്ലുമോനില്ല, അല്ലുമോന് സ്കൂളിൽ ഒരു ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് ഇന്നലെ വെക്കണം. അല്ലുട്ടി വന്നിട്ടില്ല. അവന്ന് ഉച്ചക്കാവും അവൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലുമോനില്ല. പിന്നെ മനൂട്ടന് പിന്നെ കടയൊക്കെ വെക്കണേ നാത്തുവിൻ്റെ കുട്ടീൻ്റെ ഒപ്പം. അപ്പം ഞങ്ങൾ പോവാണ് കേട്ടോ. പോകാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേത് ഇക്കാടെ വണ്ടി ഉണ്ടാകുമ്പോൾ ഇക്കാടെ വണ്ടിയിൽ അങ്ങോട്ട് പോയാൽ മതി. പിന്നെ സ്കൂട്ടി ഉണ്ട്. സ്കൂട്ടിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോകില്ല. 2 ആളും 3 ആളല്ലേ പോവുള്ളൂ. ഇത് 4 ആളും കൂടി കയറാൻ കഴിയൂല. അപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ലച്ചക്കഥാ സുന്ദരിയെ കുത്തിറക്കണോ. ഇതിപ്പോൾ കല്യാണത്തിന് പോവാനേ നേരം വൈകിട്ട് 12 മണിക്ക് എന്നോട് മാറ്റാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ നിന്നു. അങ്ങനെ നേരം വൈകിട്ടാ. എന്നിട്ട് 12 ആയിക്കണു. അതിൽ ഇളകി പോരില്ലാന്ന് നിൽക്കുന്നു. പിടിച്ച് വലിച്ചു കൊണ്ടുവന്നാണ്. കുറുമ്പാണ്. കുറുമ്പ് കൂടിയാൽ പിന്നെ കുറുമ്പ് ഏറെ. അല്ല ഞാൻ പറ്റ പാവമാണ്. ഞാൻ കല്യാണത്തിന് ഇല്ല, നിങ്ങളൊക്കെ പോയിക്കോടി മാറ്റി അയച്ചിട്ട് ഡ്രസ്സൊക്കെ അയച്ചിടാൻ പറഞ്ഞു നേരം വൈകിട്ട്. അങ്ങനെ ഏതായാലും വലിച്ചു പോന്നപ്പോൾ പിടിച്ചു വലിച്ചപ്പോൾ ഏതായാലും ആള് കൂളായി ഇറങ്ങി പോന്നിക്കണോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഹാളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ചെക്കനും പെണ്ണും ഒക്കെ സ്റ്റേജിൽ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കുറച്ച് നേരം വൈകിക്കണ്. ഏതായാലും 1 മണി കഴിഞ്ഞിക്കണ് ഞങ്ങളവിടെ എത്തിയപ്പെട്ട. അപ്പോൾ ഒരു ചോറ്റുമ്പടിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിക്കണ്. അതിൽ അവിടെ താത്ത ഞങ്ങൾ ചോറ് തിന്നാനായിട്ട് വിളിച്ച് കൊണ്ടുപോയിട്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടാ. അപ്പം അവിടെ തിരക്കൊക്കെ കുറവായിരുന്നു. കാരണം തിരക്കൊക്കെ കഴിഞ്ഞ നേരത്താണ് ഞങ്ങൾ എത്തിയതിട്ടാ. അപ്പോൾ ചിക്കൻ കുഴിമന്തി ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ കോഴി ബിരിയാണി കുട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടൻ ബിരിയാണി എടുത്തത് കേട്ടോ. മക്കളൊക്കെ കുഴിമന്തി എടുത്ത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 3 ആളും ഒരുമിച്ചും പിന്നെ ഇക്കയും ആദിമോനും അവിടെ അപ്പുറത്ത് അവിടെയാണ് ഇരുന്നിട്ടോ. ആദിമോൻ ഇപ്പച്ചിൻ്റെ കൂടെ പോയിട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്റ്റേജ് മറ്റേ പെണ്ണിനും ചെക്കനൊക്കെ കണ്ട് നിന്ന് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പെരീക്ക് തന്നെ പോരുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾ പഞ്ഞിമിഠായിക്ക് വേണ്ടിയിട്ട് ഓടിക്കണ്. പഞ്ഞിമിഠായി അതുപോലെ തന്നെ പോപ്കോണൊക്കെയാണ് കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമല്ലേ. അപ്പോൾ പോപ്കോണും പഞ്ഞിമിഠായിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാനൊന്ന് പോയി നോക്കിട്ടോ. അപ്പോൾ കണ്ടില്ല, ഇതാണ് പഞ്ഞിമിഠായി ഉണ്ടാക്കുന്നത്. അടിപൊളിയാണ് അല്ലേ പഞ്ഞിമിഠായി. ആദ്യ കുട്ടിയാ അങ്ങനെ എനിക്ക് കാടി കൊടുക്കാൻ അല്ല എത്ര ഇതേ പൊന്നോ. പഞ്ഞിമിഠായി പോപ്കോണും അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ.
അങ്ങനെ കല്യാണമൊക്കെ കൂടിയിട്ട് ഞങ്ങൾ പെരേക്ക് മടങ്ങുകയാണ് കേട്ടോ. വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇക്ക അവിടെ ഞങ്ങളെ കാത്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ റോട്ടിലൂടെ പോയ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളതിൽ കയറി പെരേക്ക് പോവാണ്. കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കുള്ള പോപ്കോൺ ഞാൻ എൻ്റെ അല്ലുമോനൊക്കെ പാത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലൂട്ടി വലിയല്ല, അല്ലൂട്ടിനെ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ അല്ലൂട്ടി വരുമ്പോൾ അല്ലൂട്ടിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പോപ്കോൺ കേട്ടോ. അല്ല ഞാൻ ഓനക്ക് എല്ലാവരും തിന്നുമ്പോൾ അല്ലൂട്ടിക്ക് സങ്കടമാവും. അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് എൻ്റെ അല്ലുമോന് സ്കൂൾക്ക് പോയി എന്ന് പറഞ്ഞില്ലേ. ഓന് ഇന്നലെ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് പോയതാണ് സ്കൂൾക്ക് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയി. അപ്പോൾ ഓനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനും അച്ചുട്ടിയും കൂടി സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞിട്ട് കേട്ടോ. ഇന്ന് 2 മണി വരെയാണ് പരിപാടി ഉള്ളത്. അപ്പോൾ അവിടെ ഒരു ദിവസം ഇന്നലെ വൈകുന്നേരം രാത്രിയൊക്കെ സ്കൂളിൽ തന്നെ ആയിരുന്നു, എല്ലാവരും കൂടി നിന്നിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഓനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ അച്ചുട്ടിയും കൂടി പോവുകയാണ് കേട്ടോ. അപ്പോൾ മക്കളെ സ്കൂളും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്നാൽ പോവാം. ഫോണ് ബാഗിൽ വെക്കുകയാണ് കേട്ടോ. വെക്കാൻ സ്ഥലമില്ല, കൈ പിടിച്ചാൽ പറ്റില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ സ്കൂളിലെത്തിട്ടോ. ഇതൊക്കെ സ്കൂളിൻ്റെ ഓരോ ഭാഗങ്ങളാണ്, താഴെയൊക്കെ ഉണ്ട്. ഇപ്പോൾ മെയിൻ ബിൽഡിങ് ഇവിടെയാണ് കേട്ടോ. ഇതാണ് മക്കളെ സ്കൂൾ, എൻ്റെ അച്ചൂട്ടിൻ്റെ സ്കൂൾ അല്ലേ. കഴിഞ്ഞിട്ടില്ലേ പരിപാടി? അങ്ങനെ ഇതാണ് എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂള്. 1-ാം ക്ലാസ് മുതൽ 7 വരെയാണ്, 1 മുതൽ 7 വരെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ വഴി മുന്നിൽ കൂടെയാണ് കേട്ടോ. ഞാൻ സ്റ്റെപ്പ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇന്നലെ ഉണ്ടായ പരിപാടി ചങ്ങാതിക്കൂട്ടം എന്നുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയതാണിത് കേട്ടോ. മക്കളെല്ലാവരും അവിടെ ചോറ് തിന്നുകൊണ്ടിരിക്കുകയാണ്. ചോറ് തിന്നിട്ട് ഓരോ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പെരേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ചോറുന്നല്ലാണല്ലേ. ഒക്കെ വീഡിയോ എടുത്തിട്ട് മാറണ ഫേസ്ബുക്കിലാണ്, യൂട്യൂബിലിടും, ഫേസ്ബുക്കിലിടും. അങ്ങനെ സ്കൂളിൽ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ പുൽക്കൂടും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവിടെ റെഡിയാക്കിയിട്ടുള്ള പുൽക്കൂട്. അപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ സ്റ്റാറും നീശുവിനെയും ഒക്കെ വെച്ച് തന്നെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നിൻ്റെ അച്ചുട്ടിൻ്റെ സ്കൂളല്ല അച്ചുട്ടി? അച്ചു എൻ്റെ സ്കൂളല്ലേ പറയാം, എൻ്റെ അച്ചുട്ടിൻ്റെ സ്കൂളാണ് പറയാം. അപ്പോൾ ഇവിടെ ഇന്നലെ സഹവാസൊക്കെ ആകുമ്പോൾ വരുന്നത് ഇതാക്കണം, അടിപൊളിയായിട്ട് തന്നെ ഉഷാറായിട്ട് പാട്ടും പരിപാടിയും. ഇതാണ് സ്കൂളിൻ്റെ മെയിൻ ബിൽഡിങ്, ഓഫീസൊക്കെ ഉള്ള മെയിൻ ബിൽഡിങ് ഇതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലാണ് ബാക്കിയുള്ള ബിൽഡിംഗ് ഉള്ളത്. പിന്നെ നമ്മൾ കയറിയപ്പോൾ കണ്ടില്ലേ താഴെയായിട്ട് ബിൽഡിങ്ങുകൾ, അതും ഉണ്ട്. പിന്നെ പുതിയൊരു കെട്ടിടം ഇവിടെ പണി കഴിപ്പിക്കണമുണ്ട് കേട്ടോ. അതും ബാക്ക് ഭാഗത്താണ് കേട്ടോ. നടുഭാഗത്ത് ഈ ഒരു ബിൽഡിങ് തന്നെ ഉള്ളൂ. ബാക്കിയൊക്കെ ഇതിൻ്റെ തൊട്ട് ബാക്കിലും അതുപോലെ തന്നെ നമ്മൾ കയറി വരുന്ന അവിടെ കണ്ടില്ലേ അതുമാണ് കേട്ടോ. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നോ? പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നോ? കുഴപ്പമില്ലെന്നുള്ളൂ. എങ്ങനെയുണ്ട് പരിപാടിയും ചോദിച്ചിട്ട് ഇന്നലെ വന്നതാണ് ഓന്. എന്നിട്ട് കണ്ടില്ല, ഓനക്ക് എന്നോട് യാതൊരു മൈൻഡും ഇല്ല. അല്ലോ പറയാ, ഇങ്ങോട്ട് നോക്കി പറയാ. ഓന് മടി, ഓൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ വീഡിയോ എടുക്കുന്ന കാണിച്ചിട്ട് നെച്ചിട്ടിതാ. ഇതുപോലെ വേറൊരു സ്കൂളിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അതൊക്കെ ആ താഴെ കാണുന്നതൊക്കെ. വണ്ടി എടുക്കട്ടെ. സ്കൂളിൽ നിന്ന് അല്ലൂട്ടിനെ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര വെയിലുണ്ട്. അപ്പോൾ അല്ലൂട്ടിക്കാണെങ്കിൽ പെരീക്കത്തായിട്ട് ഭയങ്കര ധൃതിട്ടാ. അപ്പോൾ ഞങ്ങൾ മടങ്ങാണ്. അല്ലൂട്ടിനെ കിട്ടി, ഇതാ ചോറൊക്കെ തിന്നിരിക്കായിരുന്നു. അങ്ങനെ ഇതാ അച്ചുട്ടിൻ്റെ കൂടെ. അച്ചുട്ടി ഹായ് പറഞ്ഞ. അച്ചുട്ടിൻ്റെ സ്കൂളാണ് പറഞ്ഞോടക്ക്. അച്ചുട്ടിൻ്റെ സ്കൂളാണ് ഇത്. അച്ചുവിൻ്റെയും പൊന്നുവിൻ്റെയും അല്ലുവിൻ്റെയും എൻ്റെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂൾ ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പോക്കും വിശേഷങ്ങളും ഒക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാ ലൈക്ക് ചെയ്യുക, പറ ഷെയർ ചെയ്യുക, പറ സപ്പോർട്ട് ആക്കുക. അപ്പോൾ ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ പറ, ബൈ ബൈ പറ, ബൈ ബൈ.